പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ നഗ്നനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല. മധുവിന് നേരെയുണ്ടായ സമാന ആക്രമണമാണ് സിജുവിന് നേരെയും ഉണ്ടായിരിക്കുന്നത് എന്നും കേസ് തേച്ചുമാച്ച് കളയാനാണ് ശ്രമമെന്നും കെ.പി. ശശികല പറഞ്ഞു. 19-കാരൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദി സർക്കാരാണ്. ലഹരി ഉപയോഗിച്ച വ്യക്തിയെ കെട്ടിയിട്ട് തല്ലാൻ ആർക്കും അധികാരമില്ല. ആദിവാസി സമൂഹത്തിന് നേരെയുള്ള കയ്യേറ്റമാണിത്. മാതൃകാപരമായ നടപടികൾ പ്രതികൾക്കെതിരെ സ്വീകരിക്കണമെന്നും കെ.പി. ശശികല പറഞ്ഞു. മധുവിന്റെ ദയനീയാവസ്ഥ നമ്മളാരും മറന്നിട്ടില്ല. അന്ന് മധുവിനെ കെട്ടിയിട്ട് പീഡിപ്പിച്ച് കൊന്നത് നമുക്കറിയാം. ആരാണോ അത് ചെയ്തത് അവർ തന്നെയാണ് അത് വീഡിയോ എടുത്ത് അന്ന് പ്രചരിപ്പിച്ചത്. അതേ നാടകം ഇവിടെ ആവർത്തിച്ചു എന്നാണ് പറയുന്നത്. അട്ടപ്പാടിയിൽ ഷാജു എന്ന് പറയുന്ന 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ മധുവിൻ്റെ തനിയാവർത്തനം തന്നെയാണ്. പാൽവണ്ടിക്ക് മുന്നിലേക്ക് ചാടിയെന്നോ അല്ലെങ്കിൽ ആൾ ഡ്രഗ് അഡിക്റ്റ് ആണെന്നോ ഇതൊന്നും ഒരു ന്യായമല്ല. ഇനി മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കാണ് വൈദ്യുത പോസ്റ്റിൽ കെട്ടിയിട്ട് തല്ലാനോ തല്ലി കൊല്ലാനോ ഉള്ള അധികാരം അവിടെ ഉള്ളത്? കേരളത്തിലെ ജനസംഖ്യയിലെ 1.5% മാത്രമാണ് ആദിവാസികളുള്ളത്. ആ ഒരു ആദിവാസി സമൂഹത്തെ എങ്കിലും ഇവിടുത്തെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സർക്കാരാണ് അവിടെ ഒന്നാം പ്രതി. ഈ 19 വയസ്സുള്ള ഈ കുട്ടി ഡ്രഗ് അഡിക്റ്റ് ആണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ ആ 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ഈ മയക്കുമരുന്നിലേക്ക് തള്ളിവിട്ട സമൂഹം, അല്ലെങ്കിൽ ആ മയക്കുമരുന്നിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഇവിടുത്തെ വ്യവസ്ഥിതി, അതിനെയാണ് ആദ്യം ചെയ്യേണ്ടത്. അവരാണ് ഒന്നാം പ്രതി. ഇനി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ തല്ലിക്കൊന്ന് നേരെയാക്കാൻ ഈ നാട്ടിൽ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് വളരെ ഈ കേസ് ലാഘവത്തോടെ ആക്കാൻ വേണ്ടിയാണ് ആൾ ഡ്രഗ് അഡിക്റ്റ് ആണെന്നും അല്ലെങ്കിൽ ആൾ ന്യൂയിസൻസ് ആണെന്നും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഇത് എന്ത് തന്നെയാണെങ്കിലും, ആണോ അല്ലയോ നമുക്കറിയുന്ന കാര്യമില്ല, ഇത് എന്ത് തന്നെയാണെങ്കിലും കെട്ടിയിട്ട് മർദ്ദിക്കാനുള്ള അധികാരം ആർക്കുമില്ല. ആദിവാസികൾക്കെതിരെയുള്ള പീഡനങ്ങൾ തടയാനുള്ള നിയമം ഉപയോഗിച്ചുകൊണ്ട്, അട്രോസിറ്റീസ് ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ വിധത്തിൽ തന്നെ പ്രതികൾക്കെതിരെ നടപടിയെടുക്കണം. FIR-ൽ പ്രതികളുടെ പേര് പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്ര കൃത്യമായി കെട്ടിയിട്ട് ആരാണോ കെട്ടിയിട്ട് തല്ലിയവർ തന്നെ പ്രചരിപ്പിച്ചിട്ടും എന്തുകൊണ്ട് FIR-ൽ പേരില്ലാതെ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ കേസ് തേച്ചുമായ്ച്ച് കളയാനാണ് പരിപാടി. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതിശക്തമായ വിധത്തിൽ തന്നെ ഇവിടെ ഞങ്ങൾക്ക് പ്രതികരിച്ചേ മതിയാകുള്ളൂ. കയ്യൂക്കൊള്ളും കാര്യക്കാരൻ എന്നുള്ള മൈറ്റ് ഈസ് റൈറ്റ് എന്നുള്ളതാണോ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വ്യവസ്ഥിതി? അതാണ് ഇവിടുത്തെ നിയമം? അല്ലല്ലോ. അതുകൊണ്ട് പ്രതികൾ വളരെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കപ്പെടണം. ഇത് അത്യന്തം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുന്നിൽ തന്നെ കേരളത്തിൻ്റെ മുഖത്ത് കരിവാരി തേച്ച ഒരു നടപടിയായി പോയി. കാരണം ഈ ആദിവാസി പീഡനം എന്നുള്ളത് അത് ഒരിക്കലും കേരളത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പാപഭാരം ആരാണോ ഈ പാപഭാരത്തിന് ഉത്തരവാദികൾ, തീർച്ചയായും അവരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നേ മതിയാകുള്ളൂ. ഇനിയും ഇതുപോലുള്ള തുടർക്കഥകൾ ഉണ്ടാകും. മധുവിൻ്റെ ആരും ഒന്നും പഠിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കുന്നത്? കെട്ടിയിടുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിൽ ഇന്നും മധുവിനെ കൊന്നവർ അർമാദിക്കുന്നുണ്ട്, മധുവിനെ കൊന്നവർ ആഹ്ലാദിക്കുന്നുണ്ട്. ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ തല്ലിക്കൊല്ലാനുള്ളവരല്ല ഇവിടുത്തെ ആദിവാസി.